എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വാർത്തയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മുസ്ലിങ്ങളുടെ കടുത്ത ഭീഷണി വകവെക്കാതെ യോഗി ആദിത്യനാഥ് മീററ്റിലുള്ള ഏകദേശം 160 വർഷം പഴക്കമുള്ള മസ്ജിദ് ബുൾഡോസർ വെച്ച് ഇടിച്ച് പപ്പടമാക്കി. അപ്പോൾ ഇത് പൊളിക്കുന്നതിന് മുന്നേ തന്നെ അവിടുത്തെ പള്ളിയിലുള്ള ആൾക്കാർ യോഗിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിൽ കൈവച്ച് കഴിഞ്ഞാൽ യോഗി വിവരമറിയും, അതിനുള്ള പണി ഞങ്ങൾ തരും എന്ന തരത്തിലുള്ള ഭീഷണി മുഴക്കിയിരുന്നു. ഇതൊന്നും വകവെക്കാതാണ് യോഗി വെറും 2.5 മണിക്കൂർ കൊണ്ട് ഈ മസ്ജിദ് ഇടിച്ച് പപ്പടമാക്കി കളഞ്ഞു. അപ്പോൾ ഇതിനാസ്പദമായ സംഭവം ഞാൻ പറഞ്ഞുതരാം. ഈ സംഭവം ശരിക്കും നടക്കുന്നത് ഡൽഹി മീററ്റ് ഹൈവേയിലാണ്. ശരിക്കും മീററ്റിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടല്ലോ ഒരു പുതിയ പ്രോജക്റ്റ് വരുന്നുണ്ട്, റാപ്പിഡ് റെയിൽ ആൻഡ് മെട്രോ പ്രോജക്റ്റ് എന്നുള്ള ഒരു പുതിയ പ്രോജക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് നടത്തുന്നത് നാഷണൽ ക്യാപിറ്റൽ റീജിയണൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ പറഞ്ഞത്, അത് ഉത്തർപ്രദേശ് ഗവൺമെൻറ് അണ്ടറിൽ വരുന്ന ഒരു ഇതാണ്. അപ്പോൾ അവരാണ് ഈ പ്രോജക്റ്റ് നടത്തുന്നത്. ആ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് അലൈൻമെൻറ്റ് ഇട്ടു. ആ അലൈൻമെൻറ്റ് ഇട്ടപ്പോൾ അതിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് ഈ മസ്ജിദ് വരുന്നത്. അപ്പോൾ ആദ്യം അവിടുത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ വന്നിട്ട് പറഞ്ഞു, ഇത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടുന്ന് പൊളിച്ച് മാറ്റണം, എന്താ പറയുക, വേറെ സ്ഥലത്ത് മാറ്റിക്കോ എന്നുള്ള രീതിയിൽ ഇൻഫോർമേഷൻ കൊടുത്തിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഒരു കാരണവശാലും ഞങ്ങളിത് പൊളിക്കാൻ പോകുന്നില്ല. 168 വർഷമായിട്ട് ഞങ്ങളിവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, ഞങ്ങളെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് മാറ്റാൻ ഒരു ഉദ്ദേശമില്ല. അതായത് വേണമെങ്കിൽ നിങ്ങൾ അലൈൻമെൻറ്റ് മാറ്റിക്കോ എന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ എന്ത് പറയണമെന്നോ, അപ്പോൾ ഇത് ആരോടെ പറഞ്ഞവർ? യോഗി ആദിത്യനാഥിൻ്റെ അടുത്താണ്. അപ്പോൾ അതുമാത്രമല്ല, ഒരു വെല്ലുവിളി നടത്തി. ഇതിൽ കൈവച്ച് കഴിഞ്ഞാൽ യോഗി വിവരം അറിയും. ഇത് ചില്ലറ കളിയല്ല, ഇത് കളി മാറുന്ന തരത്തിലുള്ള ഭീഷണി മുഴക്കി യോഗിയുടെ അടുത്ത്. അപ്പോൾ യോഗി എന്ത് വേണ്ടതെന്ന് അറിയും, അവിടുത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ മെമ്പർമാരുടെ അടുത്ത് ഈ അടുത്ത കാലത്തായിട്ട് ഈ മസ്ജിദിൽ ഒരുപാട് ചെറിയ കൺസ്ട്രക്ഷൻ റീഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ റവന്യൂ ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങളും ഈ മുനിസിപ്പൽ കോർപ്പറേഷൻ ചോദിച്ചു. അപ്പോൾ അവന്മാരുടെ കൈമിൽ ഇത്തരത്തിലുള്ള ഒരു ഡോക്യുമെൻറ്റും ഇല്ല. എന്തിന്? ആ മസ്ജിദിൻ്റെ റവന്യൂ ഡീറ്റെയിൽസ് പോലും അവരെടുത്തില്ല. അടുത്ത ദിവസം തന്നെ സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് വന്ന് പറഞ്ഞു, നിങ്ങൾ പൊളിക്കുന്നോ അതോ ഞങ്ങൾ പൊളിക്കണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവന്മാർ മര്യാദക്കാരായി നല്ല ബില്ലായി അവന്മാർ പറഞ്ഞു, ഞങ്ങൾ പൊളിച്ചോളാം, പേടിക്കേണ്ട, ഞങ്ങൾ പൊളിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ 2 പേരെ വെച്ചു കേട്ടോ. 2 പേരെ വെച്ചിട്ട് ചെറിയ കുറുപടികളൊക്കെ ആയിട്ട് പൊളിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതൊരു ഭീമാകാരൻ പള്ളിയാണ്. അതായത് ശരിക്കും ബുൾഡോസർ വെച്ച് ഇടിച്ചു കഴിഞ്ഞാൽ, ബുൾഡോസർ വെച്ച് പൊളിച്ചു കഴിഞ്ഞാലും ദിവസങ്ങളെടുക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയ ഭീമാകാരൻ പള്ളിയാണ്. അപ്പോൾ ഇവന്മാർ ഈ 2 ആൾക്കാരെ വെച്ച് എന്ത് ചെയ്യും? അപ്പോൾ ഇതിനിടയിൽ എന്ത് ഉടായ്പ കളിക്കാലോ അവന്മാർക്ക്. കുറേ ദിവസം ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാമല്ലോ. അപ്പോൾ അതിനിടയിൽ കോടതിയിൽ പോവാം, സ്റ്റേ വാങ്ങാം എന്നൊക്കെ ആയിരിക്കാം ഇവന്മാർ ധരിച്ചിരിക്കുന്നത്. അപ്പോൾ യോഗി ഇവന്മാർ വിട്ടുകൊടുത്തില്ല. രായ്ക്ക് യോഗിയുടെ ബുൾഡോസർ 4 ബുൾഡോസർ വന്നിട്ട് വെറും 2.5 മണിക്കൂർ കൊണ്ട് ഈ ഭീമാകരൻ പള്ളി ഇടിച്ച് നിരത്തി പപ്പടമാക്കി കളഞ്ഞു. അതായത് ഇപ്പോൾ സർക്കാർ പുറംഭൂമിയിലാണ് ഇത് നിർമ്മിച്ചത്, ഒന്നാമത്തെ കാര്യം. പിന്നെ അതിൻ്റെ റീകൺസ്ട്രക്ഷനും ഇതൊക്കെ ബന്ധപ്പെട്ട് ഒരു ഡീറ്റെയിൽസും ഒന്നും മുനിസിപ്പൽ കോർപ്പറേഷനിൽ സബ്മിറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു കാര്യമില്ല. അപ്പോൾ ഇതൊക്കെ അടിസ്ഥാനത്തിലുണ്ടല്ലോ ഇടിച്ച് പപ്പടമാക്കി കളഞ്ഞു. അപ്പോൾ എന്താ പറയുക, കേരളത്തിലെ ചില മാധ്യമങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അധികം റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയില്ല. എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാൾ മുന്നേ തന്നെ യോഗിയുടെ ബുൾഡോസിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതെന്തായിരുന്നു അറിയോ? അതായത് ഈ ദുർഗാപൂജക്കെതിരെ ആരോ കല്ലെറിഞ്ഞ ശേഷം അവൻ്റെ വീടിടിച്ച് നിരത്തി. അപ്പോൾ അവന്മാർ കോടതിയിൽ പോയി. സുപ്രീം കോടതി പറഞ്ഞു, അതായത് ഒരാൾ വീട് ഇത്തരം സംഭവങ്ങളൊക്കെ ഇടിച്ച് നിരത്തുമ്പോഴൊക്കെ അവൻ്റെ റവന്യൂ ഡീറ്റെയിൽസ് പ്രോപ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ പ്രോപ്പർ റവന്യൂ ഡീറ്റെയിൽസ് ഇല്ല അവന്മാരൊന്നും ചെയ്യരുതെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ യോഗി അന്ന് ഇടിച്ച് നിരത്തി അവന് അത്യാവശ്യം റവന്യൂ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമാത്രമല്ല, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞത് യോഗിയുടെ ബുൾഡോസിന് ഫുൾ സ്റ്റോപ്പ്, യോഗിയുടെ എന്താ പറയുക ഭീകര ഫാസിസത്തിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടു കോടതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ അടുപ്പ് കൂട്ടി ചർച്ചക്കാരൊക്കെ കുറേ ചർച്ച ചെയ്തിരുന്നു. ശരിക്കും പിന്നെ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ ആരെങ്കിലും എന്തെങ്കിലും ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇടിച്ച് പപ്പടമാക്കിക്കൊള്ളണം, അതൊക്കെ പിടിച്ചെടുക്കണമെന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അത് വലിയ ചർച്ചയാക്കാൻ കഴിയും. വീണ്ടും യോഗിയുടെ ഫാസിസം തുടങ്ങിയെന്നൊന്നും പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോടതിക്ക് പോലും യോഗി ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം വെച്ചാൽ സർക്കാർ ഭൂമിയാണ് ഇവന്മാരൊക്കെ പിടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്ര കടുത്ത ഒരു മുസ്ലിങ്ങളെ ഭീഷണി വകവെക്കാതെ അത് വലിയ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിച്ചു അവർ. പക്ഷേ യോഗിയുടെ ഫുൾ പാക്കഡ് ആൾക്കാരായിരുന്നു, പോലീസ് ഇതൊക്കെ ആയിട്ടായിരുന്നു വന്നത്. അപ്പോൾ യോഗിയെ നല്ലോണം അറിയുന്നതുകൊണ്ട് തന്നെയാണ് ഇവന്മാർ അധികം പ്രശ്നം ഉണ്ടാക്കാഞ്ഞേ. അത് മര്യാദയ്ക്ക് പറഞ്ഞാണ്, അതായത് പൊളിച്ച് മാറ്റിക്കോ, അതിനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു തരാമെന്ന്. അപ്പോൾ ഭീഷണി വിളിക്കുന്നത് പോകാൻ പറ്റില്ല, നിങ്ങൾ വേണമെങ്കിൽ അലൈൻമെൻറ്റ് വേണമെങ്കിൽ മാറ്റിക്കോ. ഇവരാരെയും വെല്ലുവിളിക്കുന്നത് യോഗി ആദിത്യനാഥിനെ. അപ്പോൾ ഇന്ദ്രനും ചന്ദ്രനും വഴങ്ങാത്ത ഒരാളാണ് യോഗി ആദിത്യനാഥ്. അതായത് എന്താ പറയുക, എന്തെങ്കിലും ഇല്ലീഗലായിട്ടുള്ള എന്ത് സാധനം കണ്ടു കഴിഞ്ഞാൽ പുള്ളി അപ്പം തന്നെ ബുൾഡോസർ വെച്ച് ഇടിച്ച് നിരത്തി കളിയൊക്കെ. അപ്പോൾ ഈ ഡൽഹി മീററ്റിൽ നടന്ന സംഭവം ശരിക്കും ദേശീയ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയായിട്ടുണ്ട്. പിന്നെ അധികം മൈലേജ് കിട്ടും, യോഗിക്ക് അധികം മൈലേജ് കൊടുക്കേണ്ടെന്ന രീതിയിൽ, അതായത് ഇത്തരം കാര്യങ്ങളൊക്കെ BJPക്കൊക്കെ നല്ല മൈലേജ് കിട്ടുന്നുണ്ട് അവർക്കറിയാം. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെ ഈ ബുൾഡോസർ ആക്ഷൻ ഈ പാൻ ഇന്ത്യൻ ലെവലിൽ വലിയ അക്സെപ്റ്റൻസ് BJPക്കും യോഗിക്കൊക്കെ കിട്ടി. അപ്പോൾ യോഗിക്ക് ഇപ്പോൾ എന്താ പറയുക, ആ ഒരു പോപ്പുലാരിറ്റി ഉണ്ടല്ലോ. നരേന്ദ്രമോദിക്ക് ശേഷം ആര് പ്രധാനമന്ത്രിയാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം, അതായത് ഈ ബുൾഡോസർ ആക്ഷനിലൂടെയാണ് യോഗിക്ക് അതിന് കിട്ടിയിരിക്കുന്നത്. അതായത് ആ ഒരു ജനങ്ങൾ മനസ്സിൽ ഒരു സ്ഥിരപ്രതീക്ഷ കിട്ടിയിരിക്കുന്ന ഇത്തരം ബുൾഡോസർ ശക്തമായ നാട്ടുപടികളിലാണ്. അപ്പോൾ ദേശീയ മാധ്യമങ്ങൾ, ചില മാധ്യമങ്ങൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യൂ.
ബാക്കി മാധ്യമങ്ങളൊക്കെ ഇത് കണ്ടില്ല എന്നടിക്കും. എന്ന് വെച്ചാൽ ഈ BJPക്കും യോഗിക്കും ഒരു മൈലേജ് കിട്ടുന്ന കാരണം കേരളത്തിലെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളൊന്നും പറയില്ല. കാരണം വെച്ചാൽ ഇത്തരം വാർത്തകളുടെ അടിയിൽ വരുന്ന കമൻറ്റ് ശ്രദ്ധിച്ച് നോക്കിയാൽ എത്രത്തോളം യോഗിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ആൾക്കാർ യോഗി ഇഷ്ടപ്പെടുന്നുണ്ട്, ഈ ഒരു ആക്ഷൻ കാരണം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അത്തരത്തിലെ വീഡിയോ അടിയിലുള്ള കമൻറ്റ് പോയി നോക്കിയാൽ മതി. പിന്നെ അത് കഴിഞ്ഞ് വേറെ സംഭവങ്ങളുണ്ട് അവിടെ ഉണ്ടായി. UP-യിലെ തന്നെ കുറച്ച് ഏകദേശം ഇവിടുന്ന് ഈ മീററ്റിൽ നിന്ന് ഏകദേശം ഒരു 100-200 കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞാൽ മോത്തി നഗർ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ 380ഓളം വീടുകൾ, ഏകദേശം 380ഓളം വീടുകൾ എന്താ പറയുക യോഗി ബുൾഡോസർ വെച്ച് ഇടിച്ച് നിരത്തി. അത് നിരത്തിയ 12 ബുൾഡോസർ വന്ന് ഏകദേശം 1 മണിക്കൂർ കൊണ്ടാണ് ഇതൊക്കെ ഇടിച്ച് നിർത്തി. അപ്പോൾ അവന്മാരുടെ ആദ്യം ഈ റവന്യൂ കുറേ ആൾക്കാരൊക്കെ അനധികൃതമായി സർക്കാർ ഭൂമിയിൽ ഇങ്ങനെ വീട് വെച്ച് താമസിക്കുന്നുണ്ടെന്നൊക്കെയുള്ള വിവരങ്ങൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്താ പറയുക മുനിസിപ്പൽ കോർപ്പറേഷൻ അവിടെ ചെല്ലുകയും അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ വർഷങ്ങളായിട്ട് താമസിക്കുന്നതാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരും ഭീഷണിപ്പെടുത്താൻ നോക്കി. പക്ഷേ ഡീറ്റെയിൽസ് ഒന്ന് ചോദിച്ചപ്പോൾ ഒരു രേഖയും ഒരു റവന്യൂ ഡീറ്റെയിൽസും ഒരു കാര്യങ്ങളും അവരുടെ പക്കലുണ്ടായിരുന്നില്ല. കുറേ ബുൾഡോസർ വന്ന് ഏകദേശം 1 മണിക്കൂറിൻ്റെ ഈ വീടുകളൊക്കെ ഇടിച്ച് നിരത്തി. അതായത് ഇവർക്ക് എന്താ വിചാരിച്ചത്, ഈ കാലാകാലങ്ങളായിട്ട് SP BSP അങ്ങനത്തെ സർക്കാർ വെച്ച് ജംഗിൾ രാജായിരുന്നു അവിടെ. അപ്പോൾ ആ സമയത്തൊക്കെ അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ എന്തും ചെയ്യാം, സർക്കാർ ഭൂമി കയ്യേറാം, അവിടെ എന്തൊക്കെ ബിൽഡിങ്ങുകൾ പണിയാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, ഗുണ്ടാരാജായിരുന്നു അവിടെ. അപ്പോൾ ആ സമയത്തൊക്കെ ഇത്തരം ആൾക്കാർ വന്നിട്ട് പല സ്ഥലത്തുനിന്നും, അതായത് ബംഗ്ലാദേശിൽ നിന്നും അങ്ങനത്തെ സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ വന്ന് ഇവിടെ വന്ന് വീട്, അതായത് സർക്കാർ ഭൂമി കയ്യേറി വീട് പണിത് താമസിക്കുന്ന ഒരു സെറ്റപ്പായിരുന്നു. അതൊക്കെയാണ് ഇപ്പോൾ യോഗി ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരുപാട് ഡെവലപ്മെൻറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഇല്ലീഗലായിട്ട് ഇങ്ങനെ വീട് വെച്ച് താമസിക്കുന്നവരെ, ബിൽഡിംഗ് കെട്ടിപ്പൊക്കിയവരെ ഇവന്മാരൊക്കെ ശരിക്കും തീർക്കുകയാണ്. ഇത് ഏറ്റവും രസകരമായ സംഭവം എന്നാണ് പറയുന്നത്. ഇതൊക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക മതവിഭാഗക്കാരാണ്, അവരാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ള ആർക്കും ഇത്തരം പ്രശ്നങ്ങളില്ല. അപ്പോൾ യോഗി എന്താ പറയണ്ടത്, യോഗിക്ക് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ വളരെ എന്താ പറയണ്ടത് നല്ലൊരു കുശാഗ്ര ബുദ്ധിയിലെ ഒരാൾ തന്നെയാണ്, നല്ല ഇൻട്രസ്റ്റുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ ഗോരഖ്പൂരിൽ, അതായത് സാക്ഷാൽ യോഗിയുടെ സ്ഥലത്ത് തന്നെ അവിടെ റോഡ് സൈഡിൽ സർക്കാർ ഭൂമി കയ്യേറിയിട്ട് ഒരു മോസ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പൊളിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട്. 15 ദിവസത്തെ സമയം കൊടുത്തിട്ടുണ്ട്. അത് 15 ദിവസം അവസാനിക്കുന്ന ഏകദേശം ഈ മാസം, അതായത് 28-ാം തീയതി ഫെബ്രുവരി 28-ന് 15 ദിവസത്തിൻ്റെ ഇത് കഴിയും. അതിനുള്ളിൽ പൊളിച്ച് കളയണമെന്ന് എന്താ പറയണ്ടത് അന്ത്യശാസ്ത്രം നൽകിയിരിക്കുകയാണ്, വാണിംഗ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ 2 ദിവസം കൊണ്ട് കഴിഞ്ഞാൽ അറിയാം. ഇല്ലെങ്കിൽ എന്താ പറയുക മാർച്ച് 1-ന് യോഗിൻ്റെ ബുൾഡോസർ വരും, അതും ഇടിച്ച് പപ്പടമാക്കും. അപ്പോൾ ഈ ഉത്തർപ്രദേശിൽ ഇപ്പം എന്താ പറയുക അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനത്തെ, അതായത് അനധികൃതമായി നിർമ്മിച്ചിരിക്കുന്ന മോസ്കുകളൊക്കെ, അനധികൃതമായി നിർമ്മിച്ചിരിക്കുന്ന ഈ മസ്ജിദുകളൊക്കെ ഇടിച്ച് നിരത്തുന്ന തിരക്കിലായിരുന്നു. അത് മാധ്യമങ്ങളൊന്നും അധികം റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഭയങ്കര ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അവിടെ ഉത്തർപ്രദേശിൽ. കേരളത്തിലെ മാധ്യമങ്ങൾ ഒരിക്കലും റിപ്പോർട്ട് ചെയ്യില്ല, ദേശീയ ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത് വലിയൊരു പാഠമാണ്. ശരിക്കും എനിക്ക് തോന്നുന്നത് യോഗി ആദിത്യനാഥ് ഈ ഒരു വിഷയത്തിൽ, അതായത് ഇങ്ങനെ എന്താ പറയുക മസ്ജിദ് അനധികൃതമായത് വികസനത്തിന് തടസ്സം നിൽക്കുന്ന ഇങ്ങനത്തെ മോസ്ക് ഇതൊക്കെ ഇടിച്ചു നിരത്താൻ ഊർജ്ജം ലഭിച്ചതുണ്ടല്ലോ ശരിക്കും സാക്ഷാൽ നരേന്ദ്രമോദിയിൽ നിന്നാണ്. നമുക്കറിയാം ഗുജറാത്തിൽ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഈ പ്രവീൺ തൊഗാഡിയായിട്ട് BJP ആയിട്ട് നരേന്ദ്രമോദിക്ക് പ്രശ്നം ഉണ്ടാവാൻ കാരണം തന്നെ, അതായത് നരേന്ദ്രമോദിയുടെ ആ വികസന കാഴ്ചപ്പാടിൽ അത് വികസന തടസ്സം നിൽക്കുന്ന അമ്പലങ്ങളായ ഹിന്ദു ക്ഷേത്രങ്ങളൊക്കെ ഒരുപാട് നരേന്ദ്രമോദി ഇടിച്ച് കളഞ്ഞത്, ബുൾഡോസർ വെച്ച് ഇടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അത് മാറ്റി വേറെ സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. അത് റോഡ് വികസനം, റോഡ് വൈഡനിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന് തൊട്ടടുത്തുള്ള അമ്പലങ്ങളും ഇങ്ങനത്തെ മുസ്ലിം പള്ളികളൊക്കെ ശരിക്കും നരേന്ദ്രമോദി ഇങ്ങനെ മാറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിഷയത്തിൻ്റെ പേരിലാണ് ശരിക്കും പ്രവീൺ തൊഗാഡെ BHP നരേന്ദ്രമോദിയായിട്ട് ഇടയുന്നതും അദ്ദേഹം പുറത്തേക്ക് പോകാൻ BHPയിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള ഒരു കാരണമായതും അത് തന്നെയാണ്. ശരിക്കും ഇവിടെയും ഉത്തർപ്രദേശിൽ യോഗിയും നടപ്പിലാക്കുന്നത്, അതായത് അതിൽ നിന്നൊക്കെ ഊർജ്ജം കൊണ്ടാവാം യോഗി ഉത്തർപ്രദേശിലും അത്തരം ഡെവലപ്മെൻറ്റ് നടത്തുന്നത്. അതായത് വർഷങ്ങൾക്ക് മുന്നേ ഗുജറാത്തിൽ നരേന്ദ്രമോദി നടപ്പിലാക്കിയ അതേ ഒരു സ്ട്രാറ്റജി തന്നെയാണ് യോഗി ആദിത്യനാഥ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ശരിക്കും കേരളത്തിലെ മുഖ്യമന്ത്രിക്കൊക്കെ ഒരു പാഠമാണ് കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ, അതായത് ഇങ്ങനത്തെ ചെറിയ മസ്ജിദ്, ചെറിയ അമ്പലങ്ങൾ, ഇതൊക്കെ ഉണ്ട്. അതായത് വികസന തടസ്സം നിൽക്കുന്നത്, ഇതിലൊന്നും കൈവെക്കാൻ ആർക്കും ധൈര്യമില്ല. അതായത് അവർക്ക് ആംബിയറില്ല. ആംബിള്ളേർ ഭരിക്കുന്ന UP-യിലും ഗുജറാത്തിലൊക്കെ കാണിച്ചെന്നില്ലേ ബുൾഡോസർ വന്നിട്ട് എന്താ പറയേണ്ടത് തല്ലങ്ങും ബലങ്ങും ഇങ്ങനെ ഇടിച്ച് നിരത്തി എന്താ പറയേണ്ടത് വികസനം കൊണ്ടുവരികയാണ്. ഇതെല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു മാതൃകയാണ്. എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.